പ്രിയ ദിനമാ പ്രേമപ്പനി പെണ്ണിൻ ചുണ്ടിൽ തിളങ്ങുന്ന നാണച്ചിരി നിന്റെ നെഞ്ചിൽ തിളയ്ക്കുന്ന പ്രേമപ്പനി തന്താന 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 കണ്ണു വെക്കല്ലേ നാട്ടാരെ ചുമ്മാതിരി നിങ്ങളോട് ആരാ ഇപ്പൊ ജ്യൂസ് കൊണ്ടുവരാൻ പറഞ്ഞേ? കിരൺ പറഞ്ഞിരുന്നു ജ്യൂസ് വേണോന്ന്. നിങ്ങൾ എന്താ വിളിച്ചത്? കിരണെന്നോ? ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു പിന്നെ ഈ വീടിന്റെ പുറത്തായിരിക്കും നിങ്ങളുടെ സ്ഥാനം. അതെ, കോൾ മീ സർ. ശരി സർ. സാറല്ലേ ജ്യൂസ് വേണോന്ന് പറഞ്ഞത്? അത് 10 മിനിറ്റ് മുൻപേ. ഇപ്പൊ ഞങ്ങക്ക് എന്താ മൂട്? ചായ കുടിക്കാനാ മൂട്. വേഗം 2 ചായ കൊണ്ടുവാ. 2 വേഗം. ശരി, ഓ ഇപ്പൊ കൊണ്ടുവരാം. ഒന്ന് നിന്ന്. എന്റെ കാലിന് നല്ല വേദന. വേഗം ഒന്ന് തിരുമിത്ത. ഞാനോ? അല്ല, ഞാൻ. മര്യാദക്ക് ഞങ്ങൾ പറയുന്ന അനുസരിച്ചാലേ 3 നേരം ഭക്ഷണം കഴിച്ചിവിടെ കഴിയാം. അല്ലെങ്കിലേ ഇത്രയും വേഗം ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്കിക്കോ. അയ്യോ വേണ്ട മേഡം. ആ ദുർഗയുടെ ആട്ടുതുപ്പും കേൾക്കാനോ? അതിലും ഭേദം ഞാൻ മരിക്കുന്നതാ. നിങ്ങൾക്ക് നാണമുണ്ടോ? അല്ല, നിങ്ങളുടെ അച്ഛന് നാണമുണ്ടോ? എവിടുന്നോ തെണ്ടി തിരിഞ്ഞ് കേറി വന്ന ഒരുത്തനെ മകനായിട്ട് ആക്സെപ്റ്റ് ചെയ്ത് ഈ വീട്ടിലെ എല്ലാ സ്വത്തും അവന്റെ പേരിലങ്ങ് എഴുതി കൊടുക്കുക. എന്നിട്ട് അതേ വീട്ടിൽ അഭയാർത്ഥിയായിട്ട് താമസിക്കുക. എന്നെ അതിന് കിട്ടുമെന്ന് ആരും വിചാരിക്കണ്ട. എടോ, ഞാൻ പറയുന്നൊന്ന് കേൾക്കും. താനിപ്പോ എവിടുന്ന് പോയാൽ ശരിയാവില്ല. ആ ദുർഗ ഭരിക്കുന്നിടത്ത് ഞാൻ നിൽക്കുമെന്ന് കരുതുന്നുണ്ടോ പൃഥ്വി? ഒരിക്കലുമില്ല, നടക്കില്ലത്. അതിലും ഭേദം ഞാൻ മരിക്കുന്നതാ. എടോ, നിങ്ങളൊക്കെ മനുഷ്യനാണോ? സ്വല്പെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഇങ്ങനെ നിൽക്കുവോ? എടോ, ഞാനൊന്ന് പറയട്ടെ. വേണ്ട, ഒന്നും പറയണ്ട. പൃഥ്വിക്ക് ധൈര്യമുണ്ടോ? എല്ലാം തിരിച്ചു പിടിക്കാനുള്ള തന്റെ ഇടമുണ്ടോ? ആ കിരണിനെയും ദുർഗയും ഇവിടെ നിറക്കി വിടാനുള്ള ആണത്തുണ്ടോ? ഇറക്കി വിട്ടിട്ട് എന്താ കാര്യം? സ്വത്തുക്കളെല്ലാം അവരുടെ കയ്യിലായില്ലേ? അത് തിരിച്ചെഴുതി വാങ്ങിക്കണം. ഇനി അതല്ലേ ചെയ്യാൻ പറ്റൂ. അല്ലായിരുന്നെങ്കിൽ ഇതൊക്കെ ആദ്യമേ ചിന്തിക്കണമായിരുന്നു. എല്ലാം എഴുതി കൊടുക്കുന്നതിന് മുന്നേ ആലോചിക്കണമായിരുന്നു. അന്നൊന്നും ചെയ്യാതിരുന്നിട്ട് ഇന്ന് കിടന്ന് കൈയും കാലും ഇട്ട് അടിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ പോവാ.
എടാ രാമേന്ദ്ര, എന്തിനാ എന്നെ കെട്ടിയിട്ടിരിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? തന്റെ കയ്യിലെ ഇന്ദ്രപ്രസ്ഥത്തിലെ മഹാദേവനെതിരെ എന്ത് തെളിവുകളാണുള്ളത്? അയാളുടെ മകൻ ശുഭയുടെയും മഹാദേവന്റെയും മകനാണെന്ന് തെളിയിക്കാൻ എന്ത് തെളിവാണ് തന്റെ കയ്യിലുള്ളത്? എടാ മഹാദേവ, നീയാണോ എന്നെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നത്? നീ എന്തൊക്കെ ചെയ്താലും നീ ചെയ്ത തെറ്റുകൾ ഒരു ദിവസം വെളി വരും. അത് ഈ ലോകം അറിയുകയും ചെയ്യും. നിന്നെ തിരക്കി തെളിവുകൾക്കായി നിന്റെ കടയുടെ മുമ്പിൽ ആളുകൾ നിപ്പോണ്ട്. അവർക്ക് നിന്റെ കയ്യിൽ നിന്ന് ഒരു തെളിവും കിട്ടാൻ പാടില്ല. അത് കൊടുക്കാൻ നീ മനസ്സ് വെക്കുന്ന അത്രയും നാൾ എന്റെ കയ്യിൽ നിന്ന് നീ അത്രയും അടി വാങ്ങും. നീ എത്ര തല്ലിയാലും കൊന്നാലും അവർക്ക് കിട്ടാവുള്ളത് അവർക്ക് കിട്ടിയിരിക്കും. എടാ പൊന്നേ. ആ